ഹായ് കൂട്ടുകാരെ, അപ്പൊ നമുക്കൊരു ട്രെയിൻ യാത്ര നടത്തിയാലോ? കഴിഞ്ഞ വെനസ്ഡേ ഞാനും ജിജോയും കൂടെ ഒരു ഷോർട്ട് വിസിറ്റ് കേരളത്തിലേക്ക് പോയിട്ടോ. അപ്പൊ ഷോർട്ട് വിസിറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കാർ എടുത്തില്ല. കാരണം കാർ എടുത്തു കഴിഞ്ഞാൽ 2 പകല് ഞങ്ങൾക്ക് വേസ്റ്റ് ആവും. അപ്പൊ അതുകൊണ്ട് ട്രെയിൻ ആട്ടോ ഇത്തവണ ചൂസ് ചെയ്തത്. ഞങ്ങൾ കാറ് മേടിക്കുന്നതിനൊക്കെ മുന്നേ എപ്പോഴും ട്രെയിനായിരുന്നു നാട്ടിൽ പോയിരുന്നത്. കുട്ടികളെയും ലഗേജും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ട്രെയിൻ ഒരു കംഫർട്ടബിൾ ആണല്ലോ. അപ്പൊ അന്നൊക്കെ എന്ന് വെച്ചാൽ സ്റ്റേഷനും ട്രെയിനും ഒക്കെ എന്താ പറയുക, ഭയങ്കര സ്മെല്ലും വൃത്തികേടായിട്ടൊക്കെ ആയിരുന്നു കിടന്നിരുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ ആയിരിക്കുമോ ഇപ്പോഴും എന്ന്. രാത്രി മുഴുവൻ അതിൽ സ്പെൻഡ് ചെയ്യേണ്ടതുമല്ലേ ട്രെയിനില്. അപ്പൊ ഞങ്ങള് കെങ്കേരി സ്റ്റേഷനിൽ നിന്നാണ്. അവിടെ ചെന്ന് കയറിയപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങളെ ഞെട്ടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. സ്റ്റേഷൻ അത്രയും നീറ്റ് ആക്കിയിട്ടേക്കണം കേട്ടാ. ഇന്ത്യൻ റെയിൽവേ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പിയായി അങ്ങനെ കണ്ടപ്പോൾ. എസ്കലേറ്റർ, വാഷ്റൂം എല്ലാം എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ട്രെയിൻ ഇതാ വന്നു. ഞങ്ങൾ സെക്കൻഡ് എ സി ആണ് ബുക്ക് ചെയ്ത് പോയത്. അപ്പോൾ കുറേ നാൾ കൂടി പോണ കാരണം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണെങ്കിലും നല്ല നീറ്റായിരുന്നു. എ സി ആയതുകൊണ്ടാണോ എന്നറിയില്ല, എന്നാലും ഭയങ്കര നീറ്റായിരുന്നു. ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആണെങ്കിൽ വാഷ്റൂമൊക്കെ ആണെങ്കിലും ബയോ ആണല്ലോ, അപ്പൊ അതുകൊണ്ട് എല്ലാം തന്നെ നീറ്റാണ്. ഒരു സ്മെല്ലും ഉണ്ടായില്ല. പിന്നെ ടിഷ്യൂ, ഹാൻഡ് വാഷ് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറിയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ പുറത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക. അപ്പൊ റെയിൽവേയുടെ ഒരു സൈറ്റ് ഉണ്ട്, അതിൽ കയറി നമുക്ക് ഓരോ സ്റ്റേഷനിൽ നമുക്ക് ബുക്ക് ചെയ്യാം ഫുഡ്. അങ്ങനെ ഞങ്ങൾ റാപ്പ് ബുക്ക് ചെയ്തു, അത് വന്നു. ഞങ്ങൾ അതൊക്കെ കഴിച്ച് അങ്ങനെ ആസ്വദിച്ച് നാട്ടിലേക്ക് പോയിട്ടോ.